Good morning. Good morning, ma'am. Okay. നമ്മള് രണ്ടാമത്തെ ചാപ്റ്റർ ആണല്ലോ എടുത്തോണ്ടിരുന്നത്, ഓപ്പറേഷൻ മാനേജ്മെന്റ്. എവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? എന്താ ചലഞ്ചസ് ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് നമ്മള് ആ ബെനിഫിറ്റ്സ് അല്ലേ ഇനി പറയണ്ടേ? ആ ബബിൾസിലൊക്കെ കൊടുത്തേക്കുന്ന ചലഞ്ചസ് അത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ് ദ മെയിൻ ഓപ്പറേഷണൽ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഹോസ്പിറ്റൽ എന്നുള്ളത്. ആ പോയിന്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കുക. പിന്നെ നമ്മൾ അതിനകത്ത് ഈ മേഖലകളിലൊക്കെ നമുക്ക് വെല്ലുവിളി വരാം. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ നമ്മൾ പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. അതായത് നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട ഏരിയകൾ ഇവിടെയൊക്കെ ചലഞ്ചസ് നേരിടാം. ഇതാണ് ആ പോയിന്റ്സ് കൊടുത്തേക്കണേ. അവിടെയൊക്കെ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യുന്ന ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് മുൻഗണനാ അടിസ്ഥാനത്തിൽ നമ്മൾ പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് ആ പോയിന്റ്സുകളായിട്ട് അവിടെ കൊടുത്തേക്കണേ. ഏതൊക്കെ ഇപ്പൊ മെഡിക്കൽ എറർ എന്ന് അതിനകത്തൊരു പോയിന്റ് ആണ്. ആ മെഡിക്കൽ എററുകൾ വരാം. അപ്പോ എന്താ പറയാ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. അതായത് അങ്ങനെ വരാതിരിക്കാനായിട്ട് ചലഞ്ചസ് നേരിടാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് മെഡിക്കൽ പിശകുകള്. അപ്പൊ അതിന് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് തന്നെയാണ് നമ്മൾ. ആ പോയിന്റ്സുകൾ നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദ ബെനിഫിറ്റ്സ് ഓഫ് സക്സസ്ഫുൾ ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ്. ഒരു വിജയകരമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങളുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ? ഇപ്പൊ നമ്മൾ എന്താ പഠിക്കുന്നത്? അതായത് നമ്മൾ ഈ ഹോസ്പിറ്റലിലെ ഒരു ഹെൽത്ത് കെയർ അല്ലെ, ഒരു ആരോഗ്യ പരിരക്ഷ, ആരോഗ്യ സംരക്ഷണം, അതിന്റെ പ്രവർത്തനങ്ങള് അല്ലെ, എങ്ങനെയൊക്കെ രീതിയിൽ നമ്മള് എന്താ പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കാൻ പറ്റും. അപ്പൊ നല്ലൊരു ഹെൽത്ത് കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ക്ലിയർ ആവണം. കറക്റ്റ് ആയിട്ട് ആ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻസ് നല്ല രീതിയിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താ അതിൻ്റെതായ ഒരു ആരോഗ്യ സംരക്ഷണത്തില് ഒരു സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. നമ്മളൊരു ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ഓപ്പറേഷൻ മാനേജ്മെന്റ് വേണം, ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് വേണം. ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് എന്തിനാ? ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ് ഇതാണ്. അപ്പൊ അത് നല്ല രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങള് അവിടുത്തെ ഓപ്പറേഷൻസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ, അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഒരു നല്ലൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ അല്ലെ. അത് ഏതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നാ പറയുന്നത്? നല്ലൊരു സക്സസ്ഫുൾ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാ? ഫസ്റ്റ് നോക്കിയേ, ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസ്. ആദ്യം എന്താ? ഒരു നല്ലൊരു ഓപ്പറേഷൻ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ റിസൾട്ട് എന്താണ്? നല്ലൊരു പേഷ്യന്റ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. ക്ലയന്റ് ഓർ പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യൻസിന് നല്ലൊരു അനുഭവം, ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു അനുഭവം കൊടുക്കാൻ പറ്റും, ബെറ്റർ ആക്കാൻ പറ്റും അല്ലെ. നല്ല പ്രവർത്തനങ്ങൾ ഓക്കെ ആണെങ്കിൽ, അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് പേഷ്യൻസിന് നല്ലൊരു ഇത് കൊടുക്കാൻ പറ്റുള്ളൂ, ഹെൽത്ത് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. അതിന്റെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ ഒരു വിജയകരമായിട്ടുള്ള ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടാ. ഇതെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന കാര്യമാണ്. അതൊക്കെ ഓരോ ഹെഡിങ്ങും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് അങ്ങനെ തന്നെ അടയാളപ്പെടുത്തി വെക്കുക അവിടെ നിങ്ങൾ കേട്ടോ. ഒരു സക്സസ്ഫുൾ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഗുണങ്ങള് എന്തൊക്കെയാണ്? ഫസ്റ്റത്തെയാണ് ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസ്. ഒരു മെച്ചപ്പെട്ട രോഗി അനുഭവം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.
better client experience. മെച്ചപ്പെട്ട ഒരു രോഗി അനുഭവം പ്രദാനം ചെയ്യാൻ പറ്റും. Okay, customers are more informed and have a higher expectation for healthcare services than ever. ഇപ്പൊ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ്. ഈ പേഷ്യൻസ് ഇപ്പൊ കൂടുതൽ ഇൻഫോംഡ്, അതായത് എന്താ അവിടുത്തെ ഹോസ്പിറ്റലിലുള്ള രീതികള്, അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള കുറച്ചും കൂടി നോളജ് ഉണ്ട് ഇപ്പോഴത്തെ പേഷ്യൻസിന്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്താണ് ആ ഹെൽത്ത് കെയർ സർവീസിൽ നിന്ന് പണ്ടത്തെക്കായും കൂടുതൽ നല്ലൊരു പ്രതീക്ഷയോട് കൂടിയാണ് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്, അല്ലെ? ഹെൽത്ത് കെയർ പേഷ്യൻസ് കൂടുതൽ അറിവുള്ളവരാണ്. അതുകൊണ്ട് ഈ ഹെൽത്ത് കെയറില് എന്നത്തെക്കാളും ഹെൽത്ത് കെയർ സർവീസില് എന്നത്തെക്കാളും കൂടുതൽ പ്രതീക്ഷയുണ്ട് പേഷ്യൻസിന്, അല്ലെ? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അങ്ങനെയല്ലേ, അല്ലെ? ഇപ്പൊ നമുക്ക് എന്ത് അസുഖം വന്നാലും മാറ്റാം എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് നമ്മൾ പോകുന്നത്. എന്തുകൊണ്ടാ? പണ്ടത്തെ സിസ്റ്റവും കാര്യങ്ങളാണോ? ഇപ്പോ എന്ത് പ്രശ്നം വന്നാലും ഉടനടി എന്താ നമ്മളത് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നു, അതിന്റെ കറക്റ്റ് ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുന്നു, അല്ലെ? പണ്ടത്തെ ഒരു ഇതുപോലെ അല്ല ഇപ്പൊ. നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ടാണ്, അതിൻ്റെതായ ഫെസിലിറ്റികൾ ഉണ്ട് ഇപ്പോ നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ പേഷ്യൻസ് എന്താണ് ആ ഒരു അവർക്ക് ഉയർന്ന പ്രതീക്ഷയുണ്ട്. ഓക്കെ, ആ ഹോസ്പിറ്റലില് ഹെൽത്ത് കെയർ സർവീസില് അവർക്ക് എന്നത്തേക്കാളും കൂടുതൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. Then, offering excellent customer service is a vital for every business. അങ്ങനെ ചെയ്തിട്ട് ഏതൊരു ബിസിനസിന്റെയും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഓഫറിംഗ്, വാഗ്ദാനം ചെയ്യേണ്ട എക്സലന്റ് കസ്റ്റമർ സർവീസ്. നല്ലൊരു കസ്റ്റമർ സർവീസ് ഓഫർ ചെയ്യുക എന്നുള്ളത് ഏതൊരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിന്റെ അല്ലാതെ എടുത്താലും നല്ല കസ്റ്റമർ സർവീസ് അല്ലേ ആ ഒരു ഇതിന്റെ സക്സസ് എന്ന് പറയുന്നത്. എക്സലൻസ് കസ്റ്റമർ സർവീസ് ഈസ് വൈറ്റൽ ഫോർ എവറി ബിസിനസ്. ഏതൊരു ബിസിനസിന്റെയും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഒരു മികച്ച കസ്റ്റമർ സർവീസ് വാഗ്ദാനം ചെയ്യുക എന്നുള്ളത്, ഓഫർ ചെയ്യുക എന്നുള്ളത്. ബട്ട് ഇറ്റ് ഈസ് എസ്പെഷ്യലി ഇമ്പോർട്ടന്റ് ഇൻ ഹെൽത്ത് കെയർ. എന്നാൽ അത് ഈ ഹെൽത്ത് കെയറിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഉണ്ടോ? എസ്പെഷ്യലി നമ്മൾ പറഞ്ഞേണ്ടേ, ബട്ട് ഇറ്റ് ഈസ് എസ്പെഷ്യലി ഇമ്പോർട്ടന്റ് ഇൻ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിൽ ഇത് വളരെയധികം പ്രധാനമാണ്. ഒരു നല്ലൊരു പേഷ്യന്റ് കെയർ എന്ന് പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു നമ്മളെ മര്യാദയ്ക്ക് നോക്കിയില്ല, നമുക്ക് നല്ലൊരു പേഷ്യൻസ് നമുക്ക് കസ്റ്റമർ സർവീസ് തന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമുക്കൊരു സക്സസ്ഫുൾ ആവോ? ഇനി അതിലേക്ക് വിജയത്തിലേക്ക് പോകില്ല, അല്ലെ? അത് ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമാണ്. വരുന്ന പേഷ്യൻസിനെ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിൽ എന്താ ഒരു മുന്നോട്ടുള്ള ഇതിന് തന്നെ ബുദ്ധിമുട്ടാണ്, അല്ലെ? പിന്നെ ആ ഹോസ്പിറ്റലിൽ ചെല്ലാതെ പതുക്കെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നല്ലൊരു കസ്റ്റമർ സർവീസ് ആണ് ബിസിനസിന്. കസ്റ്റമർ സർവീസ് ഓഫർ ചെയ്യുക, വാഗ്ദാനം ചെയ്യുക എന്നതാണ് ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എസ്പെഷ്യലി ഹെൽത്ത് കെയറിൽ പറയുന്നുണ്ട്. Where every interaction can have a significant consequence. ഓരോ ഇന്ററാക്ഷനും എന്താ ഒരു സിഗ്നിഫിക്കന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസിക്വൻസ് ഉണ്ട്, അതിന്റെ ഒരു പരിണത ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? ഓരോ ഇന്ററാക്ഷനും, ഈ പേഷ്യൻസുമായിട്ടുള്ള ഓരോ ഇന്ററാക്ഷനും എന്താണ് അതിൻ്റെതായ ഈ കോൺസിക്വൻസ്, പരിണത ഫലങ്ങള് പ്രധാനമാണ്. ഇപ്പൊ നമ്മൾ ഈ പേഷ്യൻസിനോട് കാണിക്കുന്ന അതിലുള്ള ഒരു ഇന്ററാക്ഷൻ, അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് ഭയങ്കര അധികം ഡേഞ്ചർ ആയിരിക്കില്ലേ? ഓപ്പറേഷണൽ, every interaction has significant consequence. Operational excellence requires ഒരു പ്രവർത്തന മികവിന് എന്ത് വേണം? Requires giving employee the proper tool. എന്ത് വേണം?
ഒരു എംപ്ലോയിക്ക് അവിടുത്തെ സ്റ്റാഫിന് പ്രോപ്പർ ടൂൾസ് വേണം. ആ സ്റ്റാഫ് മാത്രം മതിയോ? അവർക്ക് നല്ലൊരു പേഷ്യന്റ് കെയർ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെതായ ടൂൾസ് വേണം, ഉപകരണങ്ങൾ വേണം, അല്ലെ? പ്രോപ്പർ ടൂൾസ് കൊടുക്കണം. അതാണ് ഒരു പ്രവർത്തന മികവിന് എന്ത് വേണം? റിക്വയർസ് ഗിവിംഗ് എംപ്ലോയി ദ പ്രോപ്പർ ടൂൾ ടു ബി കോൺഫിഡന്റ് ആൻഡ് സക്സസ്ഫുൾ ഇൻ കസ്റ്റമർ ഇന്ററാക്ഷൻ. അപ്പൊ കസ്റ്റമർ ഇന്ററാക്ഷനില് കോൺഫിഡന്റ് ആവാനായിട്ട്, അതുപോലെ അതിന്റെ വിജയത്തിന് ഈ എംപ്ലോയീസിന് എന്ത് കൊടുക്കണം? സ്റ്റാഫിന് പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ് പ്രൊവൈഡ് ചെയ്യണം. സോ ദേ ആർ വെൽ പ്രിപ്പയർഡ് ടു ഡെലിവർ ഹൈ ക്വാളിറ്റി കെയർ. അപ്പൊ നല്ല ടൂൾസ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ, അവർക്ക് നല്ല ടൂൾസ് കൊടുക്കുകയാണെങ്കിൽ അവര് നല്ല ക്വാളിറ്റി കെയർ കൊടുക്കാൻ അവര് എന്താ വെൽ പ്രിപ്പയർഡ് ആയിരിക്കൂലേ? ടു ഡെലിവർ ഹൈ ക്വാളിറ്റി കെയർ. അതായത് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ മാത്രം പോരാ, അവർക്ക് നല്ലൊരു കസ്റ്റമർ സർവീസ് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ കൊടുക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? പ്രോപ്പർ ടൂൾസ് വേണം. ആ പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ് അവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഹൈ ക്വാളിറ്റി കെയർ ഡെലിവർ കൊടുക്കാൻ പറ്റും, അല്ലെ? ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ചെന്നു, അവിടെ ആ സ്റ്റാഫുകൾ മാത്രം പോരാ, അത് നോക്കാൻ ഇപ്പൊ നമ്മൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് കറക്റ്റ് ടൂൾ ഇല്ലെങ്കിൽ പറ്റുമോ? അവർക്കത് നല്ലൊരു ക്വാളിറ്റി കെയർ സർവീസ് ഡെലിവർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എന്തുകൂടി വേണം? സ്റ്റാഫുകൾ മാത്രം പോരാ, അതിന്റെ കൂടെ പ്രോപ്പർ ടൂൾസ് കൂടി വേണം. ആ പ്രോപ്പർ ടൂൾസ് ആ സ്റ്റാഫിന് കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ്? അവർക്ക് ആ കസ്റ്റമർ ഇന്ററാക്ഷൻസ് വിജയകരമാകാനും, അല്ലെങ്കിൽ അതിൽ അവർ കോൺഫിഡന്റ് ആവുകയും അവർക്ക് നല്ല ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനും പറ്റും. ആ പാരഗ്രാഫിലെ 2 സെന്റൻസ് നോട്ട് ചെയ്തിടുക. First one, offering excellent customer service is vital for any business. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. ഇനി അടുത്ത സെന്റൻസ് നോക്കി. ഓപ്പറേഷണൽ എക്സലൻസ്, ഓപ്പറേഷണൽ എക്സലൻസ്, പ്രവർത്തന മികവിന് എന്ത് വേണം? റിപ്പയറിംഗ് ഗിവിംഗ് എംപ്ലോയി ദ പ്രോപ്പർ ടൂൾസ്. അതും കൂടി അണ്ടർലൈൻ ചെയ്തിട്ടേ. ഓപ്പറേഷണൽ എക്സലൻസ് റിക്വയർസ് ഗിവിംഗ് എംപ്ലോയീസിന് എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ? നല്ലൊരു പ്രവർത്തന മികവിന് എംപ്ലോയീസിന് പ്രോപ്പർ ടൂൾസ് വേണം. അപ്പൊ അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് കസ്റ്റമർ ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അവർക്ക് നല്ല ഹൈ ക്വാളിറ്റി കെയർ ഡെലിവറി ചെയ്യാനും പറ്റും. ഇതിനൊക്കെ എന്ത് വേണം? പ്രോപ്പർ ടൂൾസ് വേണം. ഇനി നെക്സ്റ്റ് നോക്കിയ പാരഗ്രാഫ്. ആ 2 കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്തിട്ടില്ലേ? ഫുൾ ഇങ്ങനെ പാരഗ്രാഫ് തന്നെയാണ് കേട്ടോ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്തിടാം. നെക്സ്റ്റ്, I enable healthcare workers with easy to use solution for communication, data tracking and appointment scheduling. You will able to provide your client with a consistent, സ്ഥിരതയുള്ള high quality experience. ഇനി എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും high quality experience? By enabling, പ്രാപ്തമാക്കുന്നതിലൂടെ. ഏതില്? കമ്മ്യൂണിക്കേഷനില്, പേഷ്യൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനില്, ഡേറ്റ ട്രാക്കിംഗ്, അവരുടെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതിലൂടെ, ഡേറ്റ ട്രാക്കിംഗ്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ്, പ്രോപ്പർ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് കാര്യങ്ങളിലൂടെ യു വിൽ ഈ കമ്മ്യൂണിക്കേഷനില്, ഡേറ്റ ട്രാക്കിങ്ങില്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് എന്നിവയ്ക്കായിട്ട് നമുക്ക് എന്തിനു വേണം? എളുപ്പമാർഗങ്ങള്, എളുപ്പ പരിഹാരങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ പ്രാപ്തമാക്കുക. കണ്ടോ? You will able to provide your client with a consistent and high quality experience. അപ്പൊ അങ്ങനെ അവർക്ക് ഇതിലൊക്കെ നമ്മള് നല്ലൊരു ടൂൾസ് അല്ലെങ്കിൽ ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുന്നതിലൂടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? സ്ഥിരമായിട്ടുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ നമ്മളിപ്പോ ഒരു അപ്പോയിന്റ്മെന്റിന് നമ്മൾ പണ്ടത്തെ പോലെയാണോ ഇപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്? പണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ പോയി നിന്ന് ക്യൂവ് നിന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കണമായിരുന്നു. ഇപ്പൊ നമുക്ക് ഓൺലൈൻ ഫെസിലിറ്റി കാര്യങ്ങൾ വന്നിട്ടില്ലേ?
അല്ലെ? ഷെഡ്യൂൾ ചെയ്യാനൊക്കെ. അപ്പൊ അങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ള കാര്യങ്ങള് അതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തന മികവാണ് അല്ലെ? അപ്പൊ ആ രീതിയിലൂടെ കമ്മ്യൂണിക്കേഷനില്, ഡേറ്റ ട്രാക്കിങ്ങില്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിങ്ങില് എന്നിവയ്ക്കായിട്ട് എളുപ്പത്തിലുള്ള മാർഗങ്ങൾ യു വിൽ ബി ഏബിൾ ടു പ്രൊവൈഡ്. അങ്ങനെ ഈസി ടു യൂസ് സൊല്യൂഷൻ, അതിന്റെ എളുപ്പമാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിലൊക്കെ എളുപ്പമാർഗങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, ഉപയോഗിക്കാൻ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ് അല്ലെ, ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ പ്രാപ്തമാക്കുന്നതിലൂടെ. ക്ലിയർ ആവുന്നുണ്ടോ നോക്കിയ പോയിന്റ്? ഇത് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്ത് വെക്കൽ നടക്കൂല, നമ്മളത് മനസ്സിലാക്കി വെക്കാം. കമ്മ്യൂണിക്കേഷനില്, ഡേറ്റ ട്രാക്കിങ്ങില്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിങ്ങിലൊക്കെ എളുപ്പമാർഗങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ പ്രാപ്തമാക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിന് സ്ഥിരമായിട്ടുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം നൽകാൻ കഴിയും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ നമ്മളെ അപ്പോയിന്റ്മെന്റ് എടുക്കണ കാര്യം തന്നെ നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് നോക്കിയേ. This made it easy to develop long-term relationship that helps you serve more clients and grow the business. അപ്പൊ അത് എന്താക്കും? അപ്പൊ അങ്ങനെ നമ്മൾ ഈസി സൊല്യൂഷൻ ഓരോ ഇതിലും ഉപയോഗിക്കുന്നതിലൂടെ this make them easy to develop ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ? നമ്മുടെ പേഷ്യൻസിന് നമ്മൾ പറഞ്ഞ സ്ഥിരവും നിലവാരമുള്ളതുമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെ നമ്മളെ സഹായിക്കുന്ന ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. This make it easy to develop a long term relationship. ഇത് ആ ഒരു റിലേഷൻഷിപ്പ് എന്തിനു സഹായിക്കുന്നു? That help you serve more clients and grow the business. അല്ലെ? അപ്പൊ വരുമ്പോഴും എന്താക്കുന്നു? നമ്മൾ കൂടുതൽ പേഷ്യൻസിനെ നമ്മള് സേവിക്കാനും സെർവ് ചെയ്യാനും ബിസിനസ് ഗ്രോ വളരാനും ഇതിലൂടെ സാധിക്കുന്നു. ആ ലോങ് ടേം റിലേഷൻഷിപ്പിലൂടെ സാധിക്കുന്നു. ക്ലിയർ ആയി? ആ പാരഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി വെക്കാട്ടോ. ഈ മേഖലകളില്, കമ്മ്യൂണിക്കേഷനില്, ഡേറ്റ ട്രാക്കിങ്ങില്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിലൊക്കെ ഈസി സൊല്യൂഷൻ കൊണ്ടുവരാൻ ഈ ഹെൽത്ത് കെയർ ഈ വർക്കേഴ്സിനെ പ്രാപ്തമാക്കുന്നതിലൂടെ പേഷ്യൻസിന് സ്ഥിരമായിട്ടുള്ള നല്ല ക്വാളിറ്റി എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മള് ഹൈ ക്വാളിറ്റി എക്സ്പീരിയൻസ് ഒക്കെ അനുഭവങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ലോങ് ടേം, ഒരു ദീർഘകാല റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെ? ക്ലയന്റുമായിട്ടൊക്കെ നമുക്ക് അത് പേഷ്യൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണമാകുന്നു. അതെന്തിലേക്ക് വീണ്ടും വഴിക്കുന്നു? കാരണമാകുന്നു. ദിസ് ഹെൽപ് ടു ഡെവലപ്പ് മോർ ക്ലയന്റ്, ടു സെർവ് മോർ ക്ലയന്റ്. കൂടുതൽ ക്ലയന്റ്സ് അല്ലെങ്കിൽ പേഷ്യൻസിനെ നമുക്ക് സെർവ് ചെയ്യാനും നമ്മുടെ ബിസിനസ് വളരാനും സാധിക്കുന്നു അല്ലെ? അതായത് കൂടുതൽ പേഷ്യൻസ് വരും, അവർക്ക് നല്ലൊരു ഇതാണ്, ഒരു സർവീസ് ആണ് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ പേഷ്യൻസ് വരും. അപ്പൊ കൂടുതൽ പേഷ്യൻസിനെ നമുക്ക് സെർവ് ചെയ്യാനും അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ് അല്ലെ ഹോസ്പിറ്റല് വളരുകയും ചെയ്യും. ക്ലിയർ അല്ലേ അത്? അപ്പൊ അങ്ങനെ നല്ലൊരു പേഷ്യന്റ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക, മെച്ചപ്പെട്ട പേഷ്യന്റ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു വിജയകരമായിട്ടുള്ള ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. ഇംപ്രൂവ്ഡ് ബോട്ടം ലൈൻ. ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? താഴെ തട്ട്, അത് മെച്ചപ്പെടുത്താൻ ആൻഡ് കോമ്പറ്റീറ്റീവ് എഡ്ജസ് മത്സര വശങ്ങള് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ. ബോട്ടം ലൈൻ, കോമ്പറ്റീറ്റീവ് എഡ്ജസ് മത്സര വശങ്ങള് ഇംപ്രൂവ് ചെയ്യാൻ ഒരു നല്ലൊരു വിജയകരമായിട്ടുള്ള ഈ ഓപ്പറേഷൻ മാനേജ്മെന്റിലൂടെ സാധിക്കുന്നു. സക്സസ്ഫുൾ ഓപ്പറേഷൻ മാനേജ്മെന്റിന് ബെനിഫിറ്റ് ആണ് ബോട്ടം ലൈൻ, കോമ്പറ്റീറ്റീവ് എഡ്ജസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, മോർ എഫിഷ്യന്റ്. രണ്ടാമത്തെ പാരഗ്രാഫിലെ
അതിനകത്ത് നമ്മൾ ആ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഈസി സൊല്യൂഷൻ പ്രാപ്തമാക്കുന്നതിലൂടെ ഈ ക്ലയന്റിന് എന്ത് കൊടുക്കാൻ പറ്റും? കൺസിസ്റ്റന്റ് ഹൈ ക്വാളിറ്റി എക്സ്പീരിയൻസ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. സ്ഥിരമായിട്ടുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള ഉയർന്ന നിലവാരമുള്ള ഒരു അനുഭവം പ്രദാനം ചെയ്യാൻ പറ്റും. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തില്ല. ഇനി അടുത്ത് നോക്കിയേ, ലാസ്റ്റ് സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അതിന്റെ ആ പറയുന്ന പോയിന്റ്സ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തെടുക്കാൻ പറ്റി. ലോങ് ടേം റിലേഷൻഷിപ്പ് പ്രാപ്തമാക്കുന്നതിലൂടെ കൂടുതൽ ക്ലയൻസിനെ സെർവ് ചെയ്യാനും ബിസിനസ് വളരാനും സാധിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഏത് രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? വൺ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ആ പാരഗ്രാഫിന്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കാം. ഒന്ന് നോട്ട് ചെയ്തിടാം. ഇനി അടുത്ത് നോക്കി, ഇംപ്രൂവ്ഡ് ബോട്ടം ലൈൻ ആൻഡ് കോമ്പറ്റീറ്റീവ് എഡ്ജ്. മോർ എഫിഷ്യന്റ് ഓപ്പറേഷൻ മീൻ ലെസ് വേസ്റ്റഡ് ടൈം ആൻഡ് മണി. അണ്ടർലൈൻ ചെയ്തേ. ഒരു നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ലെസ് വേസ്റ്റഡ് ടൈം. പൈസ, ആ ടൈം നമുക്ക് കുറച്ച് വേസ്റ്റ് ചെയ്യുക, അതല്ലേ? അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ലതല്ലെങ്കിൽ കുറെ സമയം നമ്മൾ വേസ്റ്റ് ആക്കേണ്ട വരും. ഇപ്പൊ പ്രവർത്തനങ്ങളൊക്കെ നല്ല കാര്യക്ഷമമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ടൈം കുറച്ച് വേസ്റ്റ് ആവുന്നത് കുറച്ച് മതിയില്ലേ? ലെസ് വേസ്റ്റഡ് ടൈം ആൻഡ് മണി. പൈസയും കുറച്ച് മതിയില്ലേ? ലെസ് വേസ്റ്റഡ് ടൈം ആൻഡ് മണി. അണ്ടർലൈൻ ചെയ്തോട്ടോ. വിച്ച് ട്രാൻസ്ലേറ്റ്സ് ടു ബെറ്റർ പ്രോഫിറ്റ് മാർജിൻ. അത് ഇതിലേക്ക് കാരണമാകും, വിവർത്തനം ചെയ്യും നല്ലൊരു പ്രോഫിറ്റിലേക്ക്, അല്ലേ? അപ്പൊ അങ്ങനെ പൈസയും കുറവാണ്, അതുപോലെ തന്നെ ടൈമും കുറവ് മതി. അതാണ് ഒരു നല്ലൊരു എഫിഷ്യന്റ് ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്? അതൊരു എന്തിലേക്ക്? ഒരു നല്ലൊരു ലാഭത്തിലേക്ക്, അല്ലെ? ലാഭവിഹിതത്തിലേക്ക് വിവർത്തനം ചെയ്യും, അല്ലെ? അതിന് കാരണമാകും. Building and maintaining a profitable healthcare organization requires running operations as smoothly as possible. Building and maintaining. Building നിർമ്മിക്കുക, maintaining പരിപാലിക്കുക. എന്താ? ഒരു പ്രോഫിറ്റബിൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഒരു ലാഭകരമായിട്ടുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നിർമ്മിക്കുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും എന്താവശ്യമാണ്? ബിക്കോസ് റണ്ണിങ് ഓപ്പറേഷൻസ് ആസ് സ്മൂത്ത്ലി ആസ് പോസിബിൾ. അല്ലെ? അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കണം? സ്മൂത്ത്ലി, അല്ലേ? എങ്ങനെ നടക്കണം? അത് ഒരു നല്ല സ്മൂത്ത് ആയിട്ട് നടക്കണം. ബൈ കീപ്പിംഗ്. ഇനി അവിടുത്തെ പ്രവർത്തനങ്ങള് സ്മൂത്ത് ആയിട്ട് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് നടക്കണം എന്ന് പറഞ്ഞു. അത് എങ്ങനെ നടത്താൻ പറ്റും നമുക്ക്? ബൈ കീപ്പിംഗ് എംപ്ലോയീസ് ആൻഡ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ്. അല്ലെ? അവിടുത്തെ സ്റ്റാഫുകള് സംതൃപ്തരാണെങ്കിൽ മാത്രല്ലേ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ്, പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രല്ലേ അവിടുത്തെ പ്രവർത്തനങ്ങള് സ്മൂത്ത് ആയിട്ട് നടക്കുള്ളൂ, അല്ലേ? അപ്പൊ ആ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ട് നടന്നാലല്ലേ നമുക്കൊരു നമ്മളൊരു പ്രോഫിറ്റബിൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നിർമ്മിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ. സെന്റൻസ് ഒന്ന് നോക്കിയേ, അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പ്രോഫിറ്റബിൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഒരു ലാഭകരമായിട്ടുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും എന്ത് വേണം? എന്താവശ്യമാണ്? റണ്ണിങ് ഓപ്പറേഷൻസ് ആസ് സ്മൂത്ത്ലി ആസ് പോസിബിൾ. അവിടുത്തെ പ്രവർത്തനങ്ങള് സ്മൂത്ത് ആയിട്ട് നടക്കണം, ഏറ്റവും സ്മൂത്ത് ആയ രീതിയിൽ നടക്കണം. ഇനി അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആവണമെങ്കിൽ എന്ത് വേണം? എങ്ങനെയാണ് സ്മൂത്ത് ആവാൻ പറ്റുക? ബൈ കീപ്പിംഗ് എംപ്ലോയീസ് ആൻഡ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ്. അവിടുത്തെ എംപ്ലോയി, അല്ലെങ്കിൽ സ്റ്റാഫിനെയും കസ്റ്റമറിനെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ നടത്താൻ പറ്റും. അവിടുത്തെ പ്രവർത്തനങ്ങള് സ്മൂത്ത് ആയി നടത്തിയാൽ മാത്രമാണ് ഒരു ലാഭകരമായിട്ടുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നിർമ്മിക്കാനും പരിപാലിക്കാനും പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ നോക്കിയ പാരഗ്രാഫ്? അണ്ടർലൈൻ ചെയ്തോ? അത് ഓക്കെ ആണോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. റിക്വേഴ്സ് ഡാഷ് അങ്ങനെ ചോദിക്കാം. ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എ പ്രോഫിറ്റബിൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ റിക്വേഴ്സ് ഡാഷ്. ഇത് വേണം, അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ട് തന്നെ നടത്തണം. ഇനി അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആവുന്നത് എങ്ങനെയാണ്? എംപ്ലോയിനെയും കസ്റ്റമറിനെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട്.
നെക്സ്റ്റ് നോക്കിയേ. With the strong operation management, you can find the opportunity to improve in many different places, such as. നിങ്ങളുടെ ടെക്സ്റ്റില് ബാക്കി അവിടെ ഉണ്ടോ? such as കഴിഞ്ഞിട്ടുണ്ടോ ടെക്സ്റ്റില്? ഇല്ലെന്നാണോ ഇല്ലാന്നോ നോക്കട്ടെ. നിങ്ങൾ മെസ്സേജ് ചെയ്തതല്ലേ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇല്ല, ഒന്ന് രണ്ട് സ്ഥലം എഴുതി വെച്ചവിടെ. such as രണ്ട് എഴുതിയാൽ മതി. പ്രൊഡക്ഷൻ പ്ലാനിങ് ഇല്ല. such as എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് സെന്റൻസ് കംപ്ലീറ്റ് അല്ല. such as പ്രൊഡക്ഷൻ പ്ലാനിങ്, സപ്ലൈ SUPPLY സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഒന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി. പ്രൊഡക്ഷൻ പ്ലാനിങ്, supply chain management and service operations management. Service operation management. Service operation management. ഇതൊക്കെ അപ്പൊ ഒരു നല്ലൊരു പ്രവർത്തന മാനേജ്മെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ പറഞ്ഞേക്കണേ? യു ക്യാൻ ഫൈൻഡ് ദ ഓപ്പർച്യൂണിറ്റി. എന്തിന്? പല പ്ലേസുകളില് ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങള് കണ്ടെത്താൻ കഴിയും. എവിടെയൊക്കെ? പ്രൊഡക്ഷൻ പ്ലാനിങ്ങില്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സർവീസ് ഓപ്പറേഷൻ മാനേജ്മെന്റ് തുടങ്ങിയ സ്ഥലങ്ങളില് അതിന് മെച്ചപ്പെടാനുള്ള ഒരു അവസരങ്ങള് കണ്ടെത്താൻ കഴിയും. അപ്പൊ നമുക്ക് പല സ്ഥലങ്ങളില് മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങള് കണ്ടെത്താൻ കഴിയും. എന്തിലൂടെ? വിത്ത് സ്ട്രോങ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ടുള്ള സെന്റൻസ്. വിത്ത് സ്ട്രോങ് ഓപ്പറേഷൻ മാനേജ്മെന്റ് യു ക്യാൻ ഫൈൻഡ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? അവസരങ്ങൾ കണ്ടെത്താൻ പറ്റും. എന്തിനുള്ള അവസരം? ടു ഇംപ്രൂവ് ഇൻ മെനി ഡിഫറെന്റ് പ്ലേസസ്. പല സ്ഥലങ്ങളില് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ പറ്റും നല്ലൊരു സ്ട്രോങ് ഓപ്പറേഷൻ മാനേജ്മെന്റിലൂടെ. ആ പ്ലേസസ് സച്ചാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ രണ്ടെണ്ണം പറഞ്ഞെന്നുള്ളൂ. പ്രൊഡക്ഷൻ പ്ലാനിങ്ങില്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റില്, സർവീസ് ഓപ്പറേഷൻ മാനേജ്മെന്റില്, ഇതൊക്കെ ഇങ്ങനെയുള്ള പ്ലേസിലൊക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ പറ്റും. ഇനി അടുത്ത് നോക്കിയേ. ഓട്ടോമേറ്റിംഗ് ഓർ സിംപ്ലിഫൈങ് റിക്കറിംഗ് ടാസ്ക്. ഓട്ടോമേറ്റിംഗ് ഓർ സിംപ്ലിഫൈങ് റിക്കറിംഗ് ടാസ്ക്. ഓട്ടോമേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? യന്ത്രവൽക്കരിക്കുക. യന്ത്രവൽക്കരം. ഓർ സിംപ്ലിഫൈങ്, സിമ്പിൾ ആക്കുക അല്ലെ. റിക്കറിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുള്ള ജോലികള് സിംപ്ലിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഓട്ടോമാറ്റ് ചെയ്യുക അല്ലെ. നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോ ചെയ്യണ്ട. നമ്മളിപ്പോ അതിന് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ ആവുകയാണെങ്കിൽ അല്ലെ, നമ്മൾ മാനുവൽ വർക്ക് മാറ്റിയിട്ട് അവിടെ വിഷൻസോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ വർക്കുകളെ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ഞാൻ പറഞ്ഞത് യന്ത്രവൽക്കരിക്കുക അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക. എന്ത്? ആവർത്തിച്ചിട്ടുള്ള ജോലികൾ. ശ്രദ്ധിച്ചേ. Identify points. Identify points in the administrative process that require manual works, like calling to confirm patient appointments, and identify a simpler, more automated and less error-prone method, like an automated appointment reminder system. ഇത്രയുള്ളൂ. അതായത് ഇവിടെ പറഞ്ഞിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സില് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ഹോസ്പിറ്റലിലെ ഭരണപരമായിട്ടുള്ള പ്രക്രിയയില് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റിന് എടുക്കാൻ മാനുവൽ വർക്കിന് പകരം, അതായത് ആളുകളെ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ രാവിലെ പോയി ക്യൂ നിന്ന് ചീട്ടെടുത്ത് അങ്ങനെ അപ്പോയിന്റ്മെന്റിന് മാനുവൽ വർക്കിന് പകരം അല്ലെ, അതുപോലെയുള്ള മാനുവൽ വർക്കുകള് അതേതാണ്? കോളിങ്, കൺഫേം പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സ്, ഐഡന്റിഫൈ എ സിംപ്ലർ. അപ്പൊ അങ്ങനെയുള്ള ആ മാനുവൽ വർക്ക് ഉപയോഗിക്കുന്ന ആ മേഖലകള് അത് തിരിച്ചറിയുക. അവിടെ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റ് ആക്കുക. മോർ ഓട്ടോമാറ്റഡ്
and identify a simpler, more automated and less error-prone method. പിശുക്ക് സാധ്യത കുറവല്ലേ ഓട്ടോമാറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ, അല്ലേ? Like an automated appointment reminder system. അപ്പൊ അവിടെ എന്ത് കൊണ്ടുവരണം? ഓട്ടോമാറ്റഡ് അപ്പോയിന്റ്മെന്റ് റിമൈൻഡർ സിസ്റ്റം കൊണ്ടുവരണം. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? അതായത് കോളിങ്, പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് തുടങ്ങിയ മാനുവൽ വർക്ക് ആവശ്യമായിട്ടുള്ള ആ ഫലങ്ങള് അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റഡ് ആക്കണം. അല്ല, അതുപോലെ തന്നെ ലെസ് ഇറർ പ്രോൺ മെത്തേഡ്, പിശുക്ക് സാധ്യത കുറഞ്ഞ മെത്തേഡ്, അതായത് എങ്ങനെയാ? ലൈക്ക് ഓട്ടോമാറ്റഡ് അപ്പോയിന്റ്മെന്റ്. അപ്പൊ മാനുവലി നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? കുറച്ചും കൂടി സിംപിളർ ആക്കി ഓട്ടോമാറ്റഡ് അപ്പോയിന്റ്മെന്റ് റിമൈൻഡർ സിസ്റ്റം കൊണ്ടുവരണം. Then this frees up times. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താ? ടൈം കുറയ്ക്കാൻ പറ്റൂലേ? That more important to the customer and to bottom line. അപ്പൊ ഈ കസ്റ്റമേഴ്സിന് അതുപോലെ തന്നെ ബോട്ടം ലൈൻ താഴെ തട്ടിലുള്ളവർക്കൊക്കെ കൂടുതൽ പ്രാധാന്യമുള്ള ടാസ്കുകൾക്കായിട്ട് ടൈം ലാഭിക്കാൻ പറ്റും. ഫ്രീസ് അപ്പ് എന്ന് വെച്ചാൽ എന്താ? ലാഭിക്കാൻ പറ്റും. ടൈം, സമയം ലാഭിക്കാൻ പറ്റൂലേ? സാധാ അപ്പോയിന്റ്മെന്റ്, പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സിന് കോൾ ചെയ്യുക, അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിന് പകരം ഓട്ടോമാറ്റഡ് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നമ്മളുടെ ബോട്ടം ലൈനിലുള്ളവർക്കൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കുറച്ചും കൂടി ടൈം ലാഭിക്കാൻ പറ്റും. കുറച്ചും കൂടി ആ ടാസ്കുകള് അവർക്ക് സിംപ്ലിഫൈ ചെയ്യാനും ഒക്കെ പറ്റുന്നു. പ്രധാനപ്പെട്ട ജോലികൾക്കായിട്ട് ടൈം അവർക്ക് ലാഭിക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഓട്ടോമാറ്റഡ് അപ്പോയിന്റ്മെന്റ് റിമൈൻഡർ സിസ്റ്റം. അതൊന്ന് നോട്ട് ചെയ്തിട്ടോ. ഓട്ടോമാറ്റ് ആക്കുക, ഐഡന്റിഫൈ എ സിംപിൾ ഓട്ടോമാറ്റഡ് ആൻഡ് ലെസ് ഇറർ പ്രോൺ മെത്തേഡ്. ആ മൂന്നൊന്നും ഒന്ന് മനസ്സിലാക്കുക. സിംപിളർ ആക്കുക, മോർ ഓട്ടോമാറ്റഡ് ആക്കുക, ലെസ് ഇറർ പ്രോൺ മെത്തേഡ്, പിശുക്ക് സാധ്യത കുറഞ്ഞ മെത്തേഡുകൾ. അതേതാ? ലൈക്ക് അപ്പോയിന്റ്മെന്റ് റിമൈൻഡർ സിസ്റ്റം. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചത്. അതെ, അങ്ങനെ ആ അപ്പോയിന്റ്മെന്റ് റിമൈൻഡർ സിസ്റ്റം ഉപയോഗിക്കുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ടൈം ലാഭിക്കാൻ പറ്റും. ഫ്രീസ് അപ്പ് ദ ടൈം ഫോർ ടാസ്ക്. ഫോർ മോർ ഇമ്പോർട്ടന്റ്, കൂടുതൽ പ്രധാനപ്പെട്ട ടാസ്കുകളായിട്ട് ചെലവാക്കേണ്ട സമയം കുറയ്ക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ സമയം ലാഭിക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പറയുന്നത്? 6th മൊഡ്യൂൾ ഇച്ചിരി ടഫാണ്, സാധാ പോലെ അല്ലാതെ. 6th മൊഡ്യൂളിൽ 2 ചാപ്റ്ററും ഇത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട്. പറഞ്ഞില്ലേ 7th മൊഡ്യൂള് സിമ്പിളാണ്, സിമ്പിൾ ചാപ്റ്റർ 2 നമ്മൾ എടുക്കുന്നത്. ഇത് ഇത്തിരി ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലേക്ക് കയറുന്ന രീതിയിലല്ല. അതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് മാനുവൽ വർക്ക് വേണ്ട ഏരിയകളില് എന്ത് ചെയ്യണം? അവിടെ കൂടുതൽ ഓട്ടോമാറ്റ് ആക്കുക. അപ്പൊ നമുക്ക് എററുകൾ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ആ ഓട്ടോമാറ്റഡ് അപ്പോയിന്റ് റിമൈൻഡർ സിസ്റ്റം കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ ആ കൂടുതൽ ടാസ്കുകളുള്ള ആ ഭാഗങ്ങളില്ലേ, ആ ഏരിയകളിലൊക്കെ, അതായത് ബോട്ടം ലൈനിലുള്ള ആളുകൾക്ക് കൂടുതൽ ആ ടാസ്കുകൾക്ക് വേണ്ടി ചെലവാക്കേണ്ട ആ സമയം നമുക്ക് ലാഭിക്കാനും പറ്റും. അടുത്ത് നോക്കിയേ, ക്ലാരിഫൈങ് റോൾസ്. അവരുടെ റോളുകൾ ക്ലാരിഫൈ ചെയ്യാം. ക്ലാരിഫൈങ് റോൾസ്. ഓക്കെ, സംടൈംസ് ടാസ്ക് ആർ ഡിലേഡ് ഓർ മിസ്ഡ്. ചില സമയത്ത് നമുക്ക് ടാസ്കുകൾ, ഓരോരുത്തർക്കും കൊടുത്തേക്കുന്ന ടാസ്കുകൾ ഡിലേ ആവാം, അല്ലെ? സാവധാനത്തിലാകാം, അല്ലെങ്കിൽ മിസ്സായി പോവാം. ബിക്കോസ് ഇതുകൊണ്ടാ നോ വൺ നോ ഹു ഈസ് റെസ്പോൺസിബിൾ. ആർക്കും അറിയില്ല അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാരാന്നുള്ളത്, അല്ലെ? കറക്റ്റ്. ഇപ്പൊ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പഠിക്കുമ്പോൾ ഓരോരുത്തർക്കുടെയും ജോബ് റെസ്പോൺസിബിലിറ്റി ഒക്കെ പഠിക്കുന്നില്ലേ, അല്ലെ? ഇന്ന കാര്യം ചെയ്യേണ്ടത് ഇന്ന ആക്കടെയാണ്,
ബ്ലഡ് ബാങ്കിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞില്ലേ, ബ്ലഡ് ബാങ്ക് മാനേജറോ ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ല, ഓരോന്നും റേഡിയോളജിയിലും എല്ലാ സെക്ഷനുകളും പഠിക്കുമ്പോൾ നമുക്കിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്യാണ് ആ റോള്. അങ്ങനെയാണെങ്കിൽ ആ ഏരിയ പെർഫെക്റ്റ് ആവുള്ളൂ. ആരെങ്കിലും ചെയ്തുകൊള്ളും, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ റോൾസ് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ആ ടാസ്കുകളിൽ എന്താ അവിടുത്തെ പ്രവർത്തനം ഡിലേ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ മിസ്സായി പോവാം. ഞാൻ വിചാരിക്കും ചിലപ്പോ എന്താ അഞ്ജലിക്കായിരിക്കും ആ റോളെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യൂല, പക്ഷെ അഞ്ജലിക്കും അറിയില്ലല്ലോ. അതാണ് ഓരോരുത്തരും കൃത്യമായി ഞാൻ ഇന്ന ജോലി ചെയ്യണം, അല്ലെങ്കിൽ അഞ്ജലി ഇന്ന പൊസിഷനാണ്, ഇന്ന കാര്യങ്ങളാണ് മാനേജ് ചെയ്യേണ്ടത്, അങ്ങനെ ആണെങ്കിൽ നമ്മുടേതായ ഏൽപ്പിച്ച ഡ്യൂട്ടി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഓരോരുത്തർക്കും അങ്ങനെ ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ എന്താ പറയാ, അതിന് ഡിലേ വരാം, അല്ലെങ്കിൽ അത് മിസ്സായി പോകാനും ചാൻസ് ഉണ്ട്. ഫൈൻഡ് ദീസ് ട്രബിൾ ഏരിയ. എന്ത് ചെയ്യണം, ഈ ട്രബിൾ ഏരിയ കണ്ടെത്തുക. റീസെറ്റ് എക്സ്പെക്ടേഷൻ പുനഃസജ്ജമാക്കുക, അവിടെ റീസെറ്റ് ചെയ്യുക. ആൻഡ് ക്ലാരിഫൈ റോൾ ടു ഇംപ്രൂവ് ഓപ്പറേഷൻസ്. ക്ലാരിഫൈ ചെയ്യുക റോൾസ്, അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഓരോരുത്തരുടെ റോൾസ് ക്ലാരിഫൈ ചെയ്യുക. ആൻഡ് ഇൻക്രീസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി ഉത്പാദന ക്ഷമത കൂട്ടുകയും ചെയ്യുക. ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഏതാണ് അവിടെ എന്താ പറയാ പ്രശ്ന മേഖലകള് അത് കണ്ടെത്തുക. അവിടെ നമ്മൾ എന്താണ് റീസെറ്റ് ചെയ്യുക. അതുപോലെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായിട്ട് എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള റോളുകൾ വ്യക്തമാക്കുകയും ചെയ്യുക. ക്ലാരിഫൈ ഇതെല്ലാം ബെനിഫിറ്റ് ആട്ടോ. നല്ലൊരു ഹെൽത്ത് കെയർ മാനേജ്മെന്റിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയകരമായിട്ടുള്ള ഹെൽത്ത് കെയർ മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ് ആണ്. എന്താ, റോളുകൾ ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റീസ് അവരുടെ റോൾസ് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, ഐഡന്റിഫൈ പേഷ്യന്റ് കെയർ ട്രെൻഡ്സ്. രോഗി പരിചരണ പ്രവണതകള് തിരിച്ചറിയുക. ഐഡന്റിഫൈ പേഷ്യന്റ് കെയർ ട്രെൻഡ്സ്. രോഗി പരിചരണ പ്രവണതകൾ തിരിച്ചറിയുക. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ, അതിന് മുന്നത്തെ tasks are delayed or missed because no one knows who is responsible. അതുകൊണ്ട് ടാസ്കുകൾ ഡിലേ ആവാം അല്ലെങ്കിൽ മിസ് ആവാം. അടുത്ത് നോക്കിയേ, by identify patient care trends. രോഗി പരിചരണ പ്രവണതകൾ തിരിച്ചറിയുക. By collecting and reviewing patient satisfaction data and employee engagement data, you can take meaningful action in underperforming areas. Okay. By collecting and reviewing patient satisfaction data, പേഷ്യന്റിന്റെ സംതൃപ്തത നമ്മൾ ഈ ഡാറ്റാസ് കളക്ട് ചെയ്യൂലേ അല്ലേ, അത് ആ പേഷ്യന്റിന്റെ നമ്മൾ ഇത് നിങ്ങളെ ഹോസ്പിറ്റലിലെ സർവീസിൽ ഓക്കെ ആണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഡാറ്റാസ് കളക്ട് ചെയ്യാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിന്റെ സംതൃപ്തരാകുന്ന അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡേറ്റ അത് അവലോകനം ചെയ്യുക, അത് കളക്ട് ചെയ്യുക. ആൻഡ് എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റ. എംപ്ലോയി എൻഗേജ്മെന്റ് അവിടുത്തെ സ്റ്റാഫിന്റെ പങ്കാളിത്തത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങുന്ന ഡേറ്റയാണ് എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റ എന്ന് പറയുന്നത്. ആ ഹെൽത്ത് കെയറിലെ സ്റ്റാഫിന്റെ ഇൻവോൾവ്മെന്റ് എന്താണ്, അവർക്കുടെ എൻഗേജ്മെന്റ്, അതായത് പങ്കാളിത്തത്തെ കുറിച്ച് വിവരങ്ങളുള്ള ഡേറ്റ. ഇത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡേറ്റയും എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റയും കളക്ട് ചെയ്യുന്നത്, റിവ്യൂ ചെയ്യുന്നതിലൂടെ എന്താ, യു ക്യാൻ ടേക്ക് മീനിങ്ഫുൾ ആക്ഷൻ ഇൻ അണ്ടർ പെർഫോമിംഗ് ഏരിയാസ്. ഇന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ സെന്റൻസ്.
നമുക്ക് എങ്ങനെയാണ് ഏതാണ് അണ്ടർ പെർഫോമിങ് തീരെ പെർഫോമൻസ് ഇല്ലാത്ത പ്രകടനമില്ലാത്ത ഏരിയ ഏതാണ് അതിന് നമുക്കൊരു നല്ലൊരു ആക്ഷൻ എടുക്കാൻ പറ്റും. ഏതിലൂടെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡേറ്റ, എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റ. ബൈ കളക്ടിങ് ഡാഷ് ആൻഡ് ഡാഷ് ഡാഷ് ഡേറ്റ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. You can take meaningful action in underperforming areas. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡേറ്റയും എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റയും റിവ്യൂ ചെയ്യുക, അവലോകനം ചെയ്യുകയും അത് കളക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ നമുക്ക് എന്താ പറയുക മോശമായ ആ പ്രകടന മേഖലകള് ഏതാണെന്ന് കണ്ടെത്താനും അവിടെ നമുക്ക് ഒരു ഫലവത്തായിട്ടുള്ള ഒരു ആക്ഷൻ, ഒരു നടപടി എടുക്കാനും പറ്റും. ഫലവത്തായിട്ടുള്ള നടപടി എടുക്കാനും പറ്റും. If the patients are waiting too long for appointments, find a way to optimize the scheduling and the booking process. For example, if the patients are waiting too long for appointment, that underperforming area, that patients കുറെ നേരം appointments wait ചെയ്യാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അങ്ങനെ ഒരു കാണുകയാണ്, പേഷ്യൻസ് കുറെ നേരം അപ്പോയിന്റ്മെന്റിന് വെയിറ്റ് ചെയ്യാണ് എന്നുള്ള ഒരു അണ്ടർ പെർഫോമിംഗ് ഏരിയ അത് കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും? ഫൈൻഡ് വേ ടു ഒപ്റ്റിമൈസ് ചെയ്യുക, യോഗത്തിൽ കൊണ്ടുവരിക, അല്ലെ, ഫലത്താക്കുക. ഷെഡ്യൂളിംഗ് ആൻഡ് ബുക്കിംഗ് പ്രോസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് കണ്ടെത്താൻ പറ്റും. ഷെഡ്യൂളിംഗ് ബുക്കിംഗ് പ്രോസസ് അത് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള അല്ലെ ആ മാർഗങ്ങള് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഈ മോശ പ്രകടന മേഖലകൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് ഒരു നല്ലൊരു മാറ്റം വരുത്താനായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ അവിടെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിന് എക്സാമ്പിൾ ആണ് ഒരു പേഷ്യൻസ് കുറെ നേരം അപ്പോയിന്റ്മെന്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെഡ്യൂളിംഗ് ബുക്കിംഗ് പ്രോസസ്സ് അത് ഓപ്റ്റിമൈസ് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ പറ്റും. ആ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? If the patients are waiting too long for appointment, find the way to optimize and scheduling. Optimize the scheduling. Optimize the dash now. Optimize the scheduling and the dash process now. എന്തെങ്കിലും ചോദിക്കാം. If the employees are frustrated by long hours, frustrated എന്ന് വെച്ചാൽ നിരാശനാകുക, കുറെ നേരം കുറെ മണിക്കൂറുകളോളം നിരാശരാകുകയാണെങ്കിൽ look at the opportunity to better manage the schedule or bring in qualified temporary workers. എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസ് മണിക്കൂറുകളോളം നിരാശരാകുകയാണ്, ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കാൻ പറ്റും എന്താ? ഓപ്പർച്യൂണിറ്റി ടു ബെറ്റർ മാനേജ് ദ ഷെഡ്യൂൾ. ആ ഷെഡ്യൂൾ മാനേജ് ചെയ്യാനുള്ള നല്ല അവസരങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ? അങ്ങനെ പേഷ്യൻസ് വളരെയധികം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ബുക്കിംഗ് പ്രോസസ്സും ഷെഡ്യൂളിങ്ങും ക്രമീകരിക്കാനായിട്ട് അല്ലെ അതിനുള്ള മാർഗങ്ങള് നമുക്ക് കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിലോ ബ്രിങ് ഇൻ ക്വാളിഫൈഡ് ടെമ്പററി വർക്കേഴ്സ്. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള താൽക്കാലിക ജോലിക്കാരെ അവിടെ കൊണ്ടുവരാനും പറ്റും അല്ലെ? ആ ഒരു ആളുകളുടെ കുറവ് കൊണ്ടായിരിക്കും ചിലപ്പോ അവിടെ ടൈം ലാഗൊക്കെ വന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഏരിയയില് ടെമ്പററി വർക്കേഴ്സിനെ കൊണ്ടുവരിക. ബ്രിങ് ഇൻ ക്വാളിഫൈഡ് ടെമ്പററി വർക്കേഴ്സ്. Paying close attention to trends in service delivery help you make informed, data-driven decisions that put you one step ahead of competition. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? അപ്പൊ നമ്മൾ കുറെ നേരം എംപ്ലോയീസ് അവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ ഷെഡ്യൂള് മാനേജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് അത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ, ടെമ്പററി വർക്കേഴ്സിനെ കൊടുക്കാം അല്ലെ? അങ്ങനെ നമുക്കത് മാനേജ് ചെയ്തുകൊണ്ട് പോകാം. ഇനി അടുത്ത പറഞ്ഞപ്പോൾ നോക്കിയേ. ഇനി അപ്പൊ അങ്ങനെയുള്ള ആ സർവീസ് ഡെലിവറിയില് നല്ല കാര്യങ്ങള്, നല്ല ട്രെൻഡുകള് നമ്മൾ ശ്രദ്ധയോട് കൂടി ചെയ്യുന്നത് എന്തുണ്ടാക്കും?
മത്സരത്തെക്കാൾ, അവിടെ ഒരു കോമ്പറ്റീഷനേക്കാൾ ഒരു പടി നമ്മൾ മുന്നിൽ നിൽക്കുന്ന വിവരവും ഡേറ്റാധിഷ്ഠിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. കേട്ടോ, that help to make informed data driven decision. അത് ഏതിനേക്കാൾ, കോമ്പറ്റീഷനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന, കോമ്പറ്റീഷനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന വിവരവും ഡേറ്റാധിഷ്ഠിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. സപ്പോർട്ടിംഗ് ഡേറ്റ ആ ഇതിലേക്ക് നമ്മള് ആ സർവീസ് ഡെലിവറിയില് നമ്മളെന്താ നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് സഹായിക്കും. അപ്പൊ അങ്ങനെ എന്താ പറയാ, കുറച്ചുകൂടി ആ ഒരു ബാക്കിൽ നിൽക്കുന്ന ഏരിയ നമ്മള് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് നല്ലൊരു തീരുമാനം, നമുക്ക് ഡേറ്റ ഡ്രൈവൺ ഡിസിഷൻ ഉണ്ടോ, ഇതിനേക്കാൾ കോമ്പറ്റീഷനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഡേറ്റാധിഷ്ഠിത തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കും. This help, it also help. ഇനി എന്തുകൂടി സഹായിക്കും? You get a head of trends that greatly impact revenue like employee retention and customer satisfaction. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ എംപ്ലോയിനെ നിലനിർത്താൻ, എംപ്ലോയിനെ ആ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്താൻ, അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പോലുള്ള വരുമാനത്തെ വളരെയധികം സ്വാധീനിക്കുന്ന, അല്ലോ ഗ്രേറ്റ്ലി ഇമ്പാക്ട് ഓൺ റവന്യൂ അല്ലെ. എംപ്ലോയിനെ അവിടെ റീടെൻഷൻ ചെയ്യാൻ, നിലനിർത്തുക എന്നുള്ളത്, പിന്നെ കസ്റ്റമറിന്റെ സംതൃപ്തി, അതെല്ലാം നമ്മുടെ ആ ഹോസ്പിറ്റലിലെ വരുമാനത്തെ സ്വാധീനിക്കൂലേ. അപ്പൊ വരുമാനത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ട്രെൻഡുകളിൽ മുന്നേറാനായിട്ട് നമ്മളെ സഹായിക്കും. അതിനകത്ത് ചുരുക്കി അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മള് ഏതാണോ നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡേറ്റയും എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റയും മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് അവലോകനം ചെയ്തിട്ട് അണ്ടർ പെർഫോമിംഗ് ഏരിയ ഏതാണെന്ന് കണ്ടെത്തുക. അപ്പൊ അതായത് അതിനാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. നമ്മുടെ പേഷ്യൻസ് കുറെ സമയം അപ്പോയിന്റ്മെന്റിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ഷെഡ്യൂളിംഗ്, ബുക്കിംഗ് പ്രോസസ്സ് നമ്മൾ അത് ക്രമീകരിക്കുക. അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? കുറെ നേരം അവര് എംപ്ലോയീസ് നമ്മള് ലോങ് ഹവേഴ്സ് അവര് നിരാശരാകുകയാണെങ്കിൽ, എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫ് കുറെ സമയം അതിൽ നിരാശരാകുകയാണെങ്കിൽ നമുക്ക് ആ ഷെഡ്യൂള് മാനേജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നോക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ടെമ്പററി വർക്കേഴ്സിനെ അല്ലെ, അവരെ ഹെൽപ്പ് ചെയ്യാൻ, ഉള്ള സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ടെമ്പററി വർക്കേഴ്സിനെ കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് നമ്മളെ സഹായിക്കുക? അത് നല്ലൊരു സർവീസ് ഡെലിവറി അല്ലെ, നല്ലൊരു സർവീസ് കൊടുക്കാൻ അങ്ങനെ പറ്റും. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ആ കാര്യം കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്കൊരു നല്ലൊരു ഡേറ്റാധിഷ്ഠിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അത് നമ്മളെ എന്തിനും കൂടി സഹായിക്കും? അങ്ങനെ കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കുന്നത് നമുക്ക് നമ്മുടെ വരുമാനത്തെ, ഹോസ്പിറ്റലിന്റെ വരുമാനത്തെ വളരെയധികം സ്വാധീനിക്കുന്ന എംപ്ലോയിയെ നിലനിർത്താനും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിന്റെ സംതൃപ്തിയിൽ മുന്നേറാനും സഹായിക്കുന്നു. ഫസ്റ്റ് സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തിടാം. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയ അതും അണ്ടർലൈൻ ചെയ്തിടാം. എന്ത് ചെയ്യണം? നമ്മൾ പേഷ്യൻസ് കുറെ സമയം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോയിന്റ്മെന്റിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫൈൻഡ് എ വേ ടു ഒപ്റ്റിമൈസ് ദ ഷെഡ്യൂളിംഗ് ആൻഡ് ബുക്കിംഗ് പ്രോസസ്. അണ്ടർലൈൻ ചെയ്തിടാം. മൂന്നാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. ഫ്രസ്ട്രേറ്റഡ് ലോങ് ഹവേഴ്സ് എന്ത് ചെയ്യണം? ലുക്ക് അറ്റ് ഓപ്പർച്യൂണിറ്റി ടു ബെറ്റർ മാനേജ് ദ ഷെഡ്യൂൾ, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ടെമ്പററി വർക്കേഴ്സിനെ കൊണ്ടുവരിക. ഓക്കെ, ആ മൂന്ന് സെന്റൻസും നമ്മൾ അണ്ടർലൈൻ ചെയ്തിടാം. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇംപ്രൂവ്ഡ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത ഇംപ്രൂവ് ചെയ്യുക, മെച്ചപ്പെട്ട ജീവനക്കാരുടെ ഉത്പാദനക്ഷമത. നോക്കിയേ, the numerous roadblocks that often arise in healthcare operations, disparate data, siloed process. സൈലോയിഡ് എന്ന് പറഞ്ഞാൽ
വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ കോർപ്പറേഷൻ ഇല്ലാതെ സ്വന്തമായിട്ട് പ്രവർത്തിക്കുന്നതാണ് സൈലോഡ് പ്രോസസ്. വേറൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ആശ്രയമില്ലാതെ സ്വന്തമായി പ്രവർത്തിക്കുന്നതാണ്, സെൽഫായിട്ട് പ്രവർത്തിക്കുന്നതാണ് സൈലോയിഡ് പ്രോസസ്. പിന്നെ ഡിസ്പറേറ്റ് ഡാറ്റാസ് വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റ. or poor communication impede productivity. എന്ന് വെച്ചാൽ തടസ്സം വരുത്തുക, ഉൽപാദനക്ഷമതയില് തടസ്സം വരുത്തും. ഈ റോഡ് ബ്ലോക്സ് എന്ന് പറഞ്ഞേക്കുന്നത് ഫണ്ടമെന്റൽ ഇഷ്യൂസ് ആണ് കേട്ടോ. ഫണ്ടമെന്റൽ ഇഷ്യൂസ് ഹോസ്പിറ്റലിന്റെ കാര്യക്ഷമത, എഫിഷ്യൻസി, ക്വാളിറ്റി എന്നിവയെ സംബന്ധിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ ഇഷ്യൂസ് ആണ് റോഡ് ബ്ലോക്സ് എന്ന് പറയുന്നത്. അവിടെ ഒന്ന് എഴുതി വെച്ചോ, ഫണ്ടമെന്റൽ ഇഷ്യൂസ്. Numerous roadblocks that often arise in healthcare operations, desperate data, siloed process or poor communication. അത് എന്തിനെ സ്വാധീനിക്കുന്നു, എന്തിന് തടസ്സം വരുത്തും? Impede productivity, ഉൽപാദനത്തില് തടസ്സങ്ങൾ വരുത്തും. ഈ നമ്മുടെ ഹെൽത്ത് കെയർ ഓപ്പറേഷൻസില്, ഓപ്പറേഷൻ മാനേജ്മെന്റില്, ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങളില് സാധാരണയായിട്ട് ഉയർന്നു വരുന്ന നിരവധി റോഡ് ബ്ലോക്സ്, അതായത് ഫണ്ടമെന്റൽ ഇഷ്യൂസ്, വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റ മാറ്റല്ല, വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റ, സൈലോഡ് പ്രോസസ്, സെൽഫായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ ഹെൽപ്പ് ഇല്ലാതെ സെൽഫായിട്ട് നിൽക്കുന്നതാണ് സൈലോഡ് പ്രോസസ്. അല്ലെങ്കിൽ പുവർ കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം എന്തിന് തടസ്സം വരുന്നു? ഇന്റെ പ്രൊഡക്ടിവിറ്റി. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്. Healthcare providers, schedulers, and administrators making calls and not enough time to deliver care. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമാര്, പിന്നെ അതുപോലെ ഷെഡ്യൂളേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കോളുകൾ വിളിക്കാനോ, അപ്പൊ അങ്ങനെ ആ ഒരു അവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ തടസ്സം വരുമ്പോൾ അതിന് മാനേജ് ചെയ്യാൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനോ ഷെഡ്യൂളേഴ്സിനോ അഡ്മിനിസ്ട്രേറ്റേഴ്സിനോ കോളുകൾ വിളിക്കാനോ, അതല്ലെങ്കിൽ കെയർ നമുക്ക് പരിചരണം നൽകാനോ മതിയായ സമയം, നോട്ട് ഇനഫ് ടൈം, മതിയായ സമയം അവർക്ക് കിട്ടുന്നില്ല, മതിയായ സമയമില്ലാതെ വരും. സ്ട്രോങ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ സപ്പോർട്ട് ബൈ സെൻട്രലൈസ്ഡ് ടെക്നോളജി. Centralized technology puts the focus where it belongs, caring for patients, reducing and eliminating operational bottlenecks. Bottlenecks എന്ന് പറഞ്ഞാൽ തടസ്സം. For more productive doctors, nurses, home health providers, lab technicians, and other staff members. Okay, അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രോങ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ സപ്പോർട്ട് ബൈ സെൻട്രലൈസ്ഡ് ടെക്നോളജി. അണ്ടർലൈൻ ചെയ്തിട്ട് ഒരു സെൻട്രലൈസ്ഡ് ടെക്നോളജിയുടെ പിന്തുണയുള്ള ഒരു സ്ട്രോങ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് നല്ല രീതിയിൽ അവിടെ കെയർ കൊടുക്കാൻ, നല്ല രീതിയിൽ ഒരു സെൻട്രലൈസ്ഡ് ടെക്നോളജിയെ പിന്തുണയ്ക്കുന്ന സ്ട്രോങ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് എന്തിനെ സപ്പോർട്ട് ചെയ്യും? നല്ല രീതിയിൽ കെയർ കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നല്ല രീതിയിൽ കെയർ കൊടുക്കാൻ പറ്റും, അതിന്റെ പിന്തുണ. സെൻട്രലൈസ്ഡ് ടെക്നോളജിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രോങ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ കെയർ കൊടുക്കാൻ പറ്റും. അതെവിടെയാണോ അത് കേന്ദ്രീകരിക്കുന്ന പേഷ്യൻസിന്റെ പരിചരണ പ്രവർത്തനം, കെയറിംഗ് ഫോർ പേഷ്യൻസ്, കണ്ടോ, വേർ ഇറ്റ് ഷുഡ് ബിലോങ്, അതെവിടെയാണോ ഫോക്കസ് ചെയ്യേണ്ടത്? പേഷ്യൻസിന്റെ ആ കെയറിംഗ് പ്രോസസ്സിലാണോ പ്രവർത്തനങ്ങള്? Caring process, reducing and eliminating operational bottlenecks, തടസ്സങ്ങള്,
നമുക്ക് ആ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന നമുക്ക് ആ എന്താ പറയാ അതിനിടയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ കുറയ്ക്കാനും ഇല്ലാതാക്കാനും ഒക്കെ പറ്റുന്നു അല്ലേ. അതുപോലെ നമ്മൾ കൂടുതൽ അതുവഴി നമുക്ക് കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള ഡോക്ടേഴ്സിനെ, നേഴ്സസിനെ, ഹോം ഹെൽത്ത് പ്രൊവൈഡേഴ്സിനെ, ലാബ് ടെക്നീഷ്യനെ, അതർ സ്റ്റാഫ് മെമ്പേഴ്സ് എന്നിവരെ സൃഷ്ടിക്കാനും കഴിയുന്നു, അതിലൂടെ കഴിയുന്നു. അപ്പൊ അതായത് പേഷ്യൻസിന്റെ കാര്യങ്ങള് നല്ലൊരു സെൻട്രലൈസ്ഡ് ടെക്നോളജി നിങ്ങളൊന്ന് മനസ്സിലാക്കാം. നല്ലൊരു ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് സപ്പോർട്ടഡ് ബൈ സെൻട്രലൈസ്ഡ് ടെക്നോളജിയാണ്. സെൻട്രലൈസ്ഡ് ടെക്നോളജീനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രോങ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ എന്തിനു ഫോക്കസ് ചെയ്യുന്നു? പേഷ്യൻസിന്റെ തടസ്സങ്ങളെ കുറയ്ക്കാവുന്ന അല്ലെങ്കിൽ പേഷ്യൻസ് ഡെലിവറിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ എലിമിനേറ്റ് ചെയ്യുകയും ഇല്ലാതാക്കുകയും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നു. അങ്ങനെ നമുക്ക് അങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു എന്ന് പറയും. അപ്പൊ അവിടെ കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള അല്ലെങ്കിൽ കൂടുതൽ ഡോക്ടേഴ്സിനെ, നേഴ്സസിനെ, ഹോം ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ, ലാബ് ടെക്നീഷ്യനെ, അതർ സ്റ്റാഫ് മെമ്പേഴ്സിനെ ഒക്കെ സൃഷ്ടിക്കാനും കഴിയുന്നു. ഇതൊക്കെ എന്താ പറയാ അങ്ങനെയുള്ള അവരെ കുറച്ചും കൂടി ആ ഒരു ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അല്ലെങ്കിൽ അവരെ എന്താ പറയാ കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള ഡോക്ടേഴ്സിനെ, നേഴ്സുമാരെ ഒക്കെ സൃഷ്ടിക്കാനും പറ്റുന്നു എന്നുള്ളത്. ഓക്കെ, നിങ്ങളത് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിൽ നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, പിന്നെ അതിനകത്ത് സ്ട്രോങ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ സപ്പോർട്ട് ബൈ ദ സെൻട്രലൈസ്ഡ് ടെക്നോളജി. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്തേക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എത്രയും ടഫാണ് അത് നമുക്കറിയാമത്. അതുകൊണ്ട് ആ അണ്ടർലൈൻ ചെയ്തിടുന്നതൊക്കെ നിങ്ങളൊന്ന് നോക്കി പഠിക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എത്ര ബുദ്ധിമുട്ടുള്ളതാണ് 6ാമത്തെ മൊഡ്യൂളിലെ 2 ചാപ്റ്ററും. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഫുള്ളായിട്ട് നമ്മളിപ്പോ ക്ലാസ്സിലിരിക്കുമ്പോഴും ഫുള്ളും നമുക്കത് മനസ്സിലാക്കി അല്ലാതെ നമ്മൾ ക്ലാസ്സിലിരുന്ന് കേട്ട് പഠിച്ച് പോണ പോലെ ക്ലാസ്സിലിരുന്ന് തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. പിന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം. പിന്നീട് ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് റിവിഷൻ സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ.